நம்பர் வராதுடா. நம்பர் வராதுடா. பாஸ் பார்க்கறது பாஸ் മുട്ട അടിക്കാൻ പോണോ ഇത്? മാമ എവിടെ? ഗായ്സ്, അങ്ങനെ നമ്മൾ മുട്ടയടിച്ച് നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കുളിച്ച് ഫ്രഷായി. ഇനി അമ്മു നമുക്ക് കുളിച്ച് ഫ്രഷ് ആവാറുണ്ട്. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ പളഞ്ഞമല ചവിട്ടാൻ പോവാണ് ഗായ്സ്. നമ്മള് ഹായ് എല്ലാവർക്കും ഹായ് തന്നിട്ടുണ്ട് നമ്മൾ തമ്മിൽക്കുട്ടി. അപ്പൊ എന്തായാലും ഇനി അവർ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് പളഞ്ഞിലോട്ട് പോവാം. അപ്പൊ എന്തായാലും നമുക്ക് ഒരുമിച്ച് തന്നെ പളഞ്ഞ യാത്ര നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഗായ്സ്. ഓക്കെ ഗായ്സ്, നമ്മുടെ തമ്പുരിക്കുട്ടി സുഖം ഉറക്കമാണ്. കണ്ടില്ല ഗായ്സ്, എല്ലാവരും മുട്ട ഫാമിലി. നമ്മുടെ മനുക്കുട്ട മാത്രമേ മുട്ട അടിക്കാതെ ഉള്ളൂ. ബാക്കിയുള്ള നമ്മൾ 5 പേര് മുട്ട അടിച്ചില്ലേ. ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം. ചെറിയ എണ്ണ, പിന്നെ ഒരു ചെറിയ പനിനീര്, പിന്നെ കുറച്ച് ചന്ദനം, പിന്നെ കുറച്ച് പാല്. ഇത്രയാണ് നമുക്ക് അവിടെ നിന്ന് പൂജാ സാധനമായിട്ട് കിട്ടി. അങ്ങനെ ആ പൂജാ സാധനം കൊണ്ട് നമ്മൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി. പക്ഷെ അപ്പോഴും കൂടെ നമ്മുടെ കൂടെ നമ്മൾ കയറാൻ പോവുകയാണ്, പളഞ്ഞിമല കയറാൻ പോവുകയാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദമല്ല, കാരണം മൊബൈൽ ഫോൺ അങ്ങോട്ട് അലൗഡ് അല്ല. അപ്പൊ എന്തായാലും നമ്മൾ ഇനിയും പളഞ്ഞിമല കയറിയിട്ട് തിരിച്ചിറങ്ങിയതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ പറഞ്ഞു തരാം. കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. എന്തായാലും പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞുതരാം. ഗായ്സ്, നമ്മൾ പളനിയിൽ നിന്ന് തിരിച്ചിറങ്ങിയത് വിഞ്ച് ട്രെയിനിലാണ് ഗായ്സ്. എന്ന് വെച്ചാൽ ഒരാൾക്ക് 25 രൂപയാണ് അതിനാവുന്നത്. അപ്പോൾ നമ്മൾ 5 പേർക്ക് 125 രൂപയാണ് ആയിട്ടുള്ളത്. പക്ഷെ കൊള്ളായിരുന്നു ഗായ്സ്, നല്ലൊരു അനുഭവമായിരുന്നു അതിൽ വന്നത്. സൂപ്പറായിരുന്നു.